ഭൂകമ്പങ്ങളുടെ നാടാണ് ജപ്പാൻ. സുനാമി എന്ന വാക്കുപോലും ജാപ്പനീസ് ആണ്. കഴിഞ്ഞ ദിവസം ജപ്പാനിൽ അതിശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ജപ്പാനെ പിടിച്ചുകുലുക്കിയത്. ഭൂകമ്പത്തെ തുടർന്ന് തീരപ്രദേശ മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവാട്ടെ, ഹൊക്കൈഡോ പ്രവിശ്യകളിൽ 3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ രൂപപ്പെട്ടേക്കാമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. ഈ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ചെറിയ സുനാമി തിരമാലകൾ രൂപപ്പെട്ടെങ്കിലും വലിയ ദുരന്തമുണ്ടായില്ല. തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 4:53 ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഭൂകമ്പം ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളെ ബാധിച്ചു. 100ഓളം വീടുകളിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ വലിയ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ഏകദേശം 17,000-ലധികം ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരുന്നു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്ന് പ്രധാനമന്ത്രി സനെ തകൈച്ചിയും അറിയിച്ചു. തിങ്കളാഴ്ചത്തെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം 10 കിലോമീറ്റർ ആഴത്തിൽ കടലിനടിയിലാണ്. ടോക്കിയോ വരെ വിദൂര മേഖലകളിൽ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്തെ പിടിച്ചുകുലുക്കിയ ഈ ഭൂകമ്പത്തിന് പിന്നിലെ ആശങ്കയുയർത്തുന്ന ഒരു റിപ്പോർട്ട് വരുന്നു. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വലിയൊരു ഭൂകമ്പം ജപ്പാനെ പിടിച്ചുകുലുക്കാൻ സാധ്യതയുണ്ടെന്നാണ് മറ്റൊരു മുന്നറിയിപ്പ്. അടുത്ത ആഴ്ചയിൽ ഇതിലും ശക്തമായ ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അത് വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നും ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. 8% തീവ്രതയോ അതിൽ കൂടുതലോ ഉള്ള ഭൂകമ്പത്തിന്റെ സാധ്യതയാണ് കാലാവസ്ഥാ വിഭാഗം പ്രവചിക്കുന്നത്. ലോകത്തിലെ 10%-ഓളം ശക്തമായ ഭൂകമ്പങ്ങൾ നടക്കുന്നത് ജപ്പാനിലാണ്. 2011 മാർച്ചിലുണ്ടായ 9 തീവ്രതയിലുള്ള ഭൂകമ്പമാണ് ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഇതിനെ തുടർന്ന് ഫുകുഷിമ ആണവ ദുരന്തമുണ്ടായി. ഈ ഭൂകമ്പത്തിന്റെ ഓർമ്മകൾ ജപ്പാനിലെ ജനങ്ങളെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നുണ്ട്. ഈ ഭൂകമ്പത്തിൽ 18,000-ലധികം ആളുകളാണ് മരിച്ചത്.